ടു ഇക്വേഷൻസ്. ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ ഈ സെക്ഷനിൽ 2 ഇക്വേഷൻസ് വരുന്ന പ്രോബ്ലംസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഓൾജിബ്ര വിത്ത് 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ മെൻ്റൽ മാത്ത് വഴിയോ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 40 rupees and the price of 2 pens and 5 notebooks is 60 rupees. What is the price of a pen and the price of a notebook? ആദ്യം ഈ പ്രോബ്ലം മെൻ്റൽ മാത്ത് മെത്തേഡ് വെച്ചിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് 2 pens and 3 notebooks ഈസ് 40 rupees. അതേപോലെ പ്രൈസ് ഓഫ് 2 pens and 5 notebook ഈസ് 60 rupees. That is, when 2 notebooks increased, price increased 60 minus 40, that is 20 rupees. That is, price of 2 notebooks is 20 rupees. That is, price of 1 notebook is 20 by 2, that is 10 rupees. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഓഫ് 2 pens and 3 notebooks ഈസ് 40 rupees. പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് 10 റുപ്പിയാണെന്ന് കണ്ടു. Therefore, പ്രൈസ് ഓഫ് 2 pens plus 3 into 10 is equal to 40 rupees. Therefore, price of 2 pens plus 30 is equal to 40 rupees. That is, price of 2 pens is equal to 40 minus 30, that is 10 rupees. Price of a pen is equal to 10 by 2, that is 5 rupees. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഇക്വേഷൻസ് വിത്ത് 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഈ മെത്തേഡിൽ 2 വേരിയബിൾസിന് 2 ലെറ്റേഴ്സ് അസൈൻ ചെയ്യണം. സോ നമുക്ക് പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. അതേപോലെ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു വൈ എന്നും എടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് 2 pens and 3 notebooks are 40 rupees. That is, 2x plus 3y ഈസ് ഈക്വൽ ടു 40. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതേപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് 2 pens and 5 notebooks ഈസ് 60 rupees. That is, 2x plus 5y ഈസ് ഈക്വൽ ടു 60. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസായി. ഈ 2 ഇക്വേഷൻസിൽ നിന്നും നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണണം. ഈ 2 ഇക്വേഷൻസിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. സോ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും 2x ടേംസ് ക്യാൻസലായി പോവും. പിന്നെ ബാക്കിയുള്ളത് വൈയുടെ ടേം മാത്രമായിരിക്കും. അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് വൈയുടെ വാല്യൂ കാണാം. സോ നമുക്ക് ആ സ്റ്റെപ്സ് ഒന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1, ദാറ്റ് ഈസ് 2x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 60 മൈനസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 40. 2x മൈനസ് 2x 0 ആണ്. 5y minus 3y is equal to 2y. 60 minus 40, 20. That is, 2y is equal to 20. That means y is equal to 20 by 2. That is 10. അങ്ങനെ നമുക്ക് വൈയുടെ വാല്യൂ കാണാം. ഇനി വൈയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുക്കാം. That is, 2x plus 3y is equal to 40. That is, 2x plus 3 into 10 is equal to 40. 2x plus 30 is equal to 40. 2x is equal to 40 minus 30, that is 10. X is equal to 10 by 2, that is 5. Therefore, price of a pen is equal to x, that is 5 rupees. Price of a notebook is equal to y, that is 10 rupees. ഇനി മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദി പ്രൈസ് ഓഫ് 3 pencils and 4 pens ഈസ് 26 rupees and for 6 pencil and 3 pens it is 27 rupees. What is the price of each? ഈ പ്രോബ്ലം ഇക്വേഷൻസ് വിത്ത് 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് എന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഈ മെത്തേഡിൽ 2 വേരിയബിൾസിന് 2 ലെറ്റേഴ്സ് അസൈൻ ചെയ്യണം. സോ ഞാനിവിടെ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു വൈ എന്നും എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് 3 pencils and 4 pens ഈസ് 26 rupees. ദാറ്റ് ഈസ് 3x plus 4y is equal to 26. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് 6 pencils and 3 pens is 27 rupees. That is, 6x plus 3y is equal to 27. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസായി. ഈ 2 ഇക്വേഷൻസിൽ നിന്നും നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണണം. ഇക്വേഷൻ 1ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്. ഇക്വേഷൻ 2ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്.
സോ ഈ രണ്ട് ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ ടേം അവിടുന്ന് ക്യാൻസലായി പോവില്ല. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. അതിനുവേണ്ടി ഇക്വേഷൻ 1ലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നമുക്ക് 6 ആക്കാം. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ക്യാൻസലായി കിട്ടും. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കാണാം. സോ ഇക്വേഷൻ 1ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ഇൻറ്റു 2. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 26. ദാറ്റ് ഈസ് 6x പ്ലസ് 8y ഈസ് ഈക്വൽ ടു 52. ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ 3ൽ നിന്നും ഇക്വേഷൻ 2 കുറക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ ടേം ക്യാൻസലായി പോകും. അങ്ങനെ അവിടെ നിന്നും വൈയുടെ വാല്യൂ നമുക്ക് കാണാം. ദാറ്റ് ഈസ് ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2. ദാറ്റ് ഈസ് 6x പ്ലസ് 8y ഈസ് ഈക്വൽ ടു 52 മൈനസ് 6x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 27. 6x മൈനസ് 6x 0 ആണ്. 8y മൈനസ് 3y 5y. 52 minus 27 25. That is 5y is equal to 25. That is y is equal to 25 by 5. That is 5. സോ നമുക്ക് വൈയുടെ വാല്യൂ 5 ആണെന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 3x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 26. 3x plus 4 into 5 is equal to 26. 3x plus 20 is equal to 26. 3x is equal to 26 minus 20. That is 6. X is equal to 6 by 3. That is 2. So price of a pencil is equal to x. That is 2 rupees. Price of a pen is equal to y. That is 5 rupees. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. 5 small buckets and 2 large buckets of water make 20 liter. 2 small buckets and 3 large buckets make only 9 liter. How much water can each bucket hold? നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻസ് വിത്ത് 2 letters അല്ലെങ്കിൽ 2 equations മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഈ മെത്തേഡിൽ 2 വേരിയബിൾസിനും 2 ലെറ്റേഴ്സ് അസൈൻ ചെയ്യണം. സോ ഞാനിവിടെ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് എക്സ് ലിറ്റർ എന്നെടുത്തു. അതേപോലെ കപ്പാസിറ്റി ഓഫ് ലാർജ് ബക്കറ്റ് ഈസ് വൈ ലിറ്റർ എന്നും എടുത്തു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 സ്മോൾ ബക്കറ്റ് ആൻഡ് 2 ലാർജ് ബക്കറ്റ്സ് ഓഫ് വാട്ടർ മേക്ക് 20 ലിറ്റർ. ദാറ്റ് ഈസ് 5x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 20. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 സ്മോൾ ബക്കറ്റ്സ് ആൻഡ് 3 ലാർജ് ബക്കറ്റ്സ് മേക്ക് 90 ലിറ്റേഴ്സ്. ദാറ്റ് ഈസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 19. ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അങ്ങനെ 2 ഇക്വേഷൻസായി. ഈ 2 ഇക്വേഷൻസിൽ നിന്നും നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണാം. ഇക്വേഷൻ 1ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. ഇക്വേഷൻ 2ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. സോ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. 2വിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 5 ആവില്ല. സോ 2 ഇക്വേഷൻസിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2വിൻ്റെയും 5ൻ്റെയും ഒരു കോമൺ മൾട്ടിപ്ലൈയ 10 ആക്കാം. അപ്പോൾ 2 ഇക്വേഷൻസിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 10 ആവും. അങ്ങനെ അത് ഇക്വേഷൻസ് മൈനസ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേം ക്യാൻസലായി പോവും. അങ്ങനെ നമുക്ക് വൈയുടെ വാല്യൂ കാണാം. സോ ആ സ്റ്റെപ്സ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇക്വേഷൻ 1ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. സോ 5നെ ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 10 ആക്കുക. സോ നമുക്ക് ഇക്വേഷൻ 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇക്വേഷൻ 1. ദാറ്റ് ഈസ് 2 ഇൻറ്റു 5x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 20. ദാറ്റ് ഈസ് 10x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 40. ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 10 ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 10 ആക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. സോ 2വിനെ ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് അത് 10 ആവുക. സോ നമുക്ക് ഇക്വേഷൻ 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is 5 into equation 2. That is 5 into 2x plus 3y is equal to 19. That is 10x plus 15y is equal to 95. ഇതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇക്വേഷൻ 3ലും ഇക്വേഷൻ 4ലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 10 എന്ന് കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻസും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേം ക്യാൻസലായി പോകും. ദാറ്റ് ഈസ് ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3. That is
10x plus 15y is equal to 95 minus 10x plus 4y is equal to 40. 10x minus 10x 0 ആണ്. 15y minus 4y is equal to 11y. 95 minus 40 is equal to 55. That is 11y is equal to 55. y is equal to 55 by 11, that is 5. സോ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. ഇനി വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കാം. ഞാനിവിടെ വൈയുടെ വാല്യൂ ഇക്വേഷൻ 1ലാണ് ഇട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 5x plus 2y is equal to 20. 5x plus 2 into 5 is equal to 20. 5x plus 10 is equal to 20. 5x is equal to 20 minus 10, that is 10. x is equal to 10 by 5. That is 2. So capacity of small bucket is equal to x, that is 2 liters. Capacity of large bucket is equal to y, that is 5 liters.